കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടങ്ങ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 8 കിലോമീറ്റർ ദൂരത്തിലാണ് കിടങ്ങ് നിർമ്മാണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 16-ന് രാത്രിയിലാണ് കുട്ടൻപുഴ ഉരുളൻതണ്ണയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന എൽദോസിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇതോടെയാണ് പ്രദേശത്ത് ആനക്കിടങ്ങ് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചത്. വന്യമൃഗശല്യം രൂക്ഷമായ ഉരുളൻതണ്ണി ഭാഗത്തുള്ള വെളിയത്തുപറമ്പ്, കൊച്ചു കിണാശ്ശേരി, ആനന്ദൻകുടി എന്നീ ഭാഗങ്ങളിലായാണ് കിടങ്ങ് നിർമ്മാണം. മുകൾ ഭാഗത്ത് 2.5 മീറ്റർ വീതിയിലും ആഴത്തിലുമാണ് കുഴിയെടുക്കുക. താഴേക്കെത്തുമ്പോൾ 1 മീറ്റർ വീതിയിൽ ചുരുക്കി വി ഷേപ്പിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 1,40 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത്. ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഊരുനിവാസികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ആവശ്യമായി വരുന്ന മേഖലകളിലെല്ലാം തുടർന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഫണ്ടൊരു തടസ്സമാകില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. MLA ഫണ്ട് അടക്കം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിരവധി മേഖലകളിൽ നമ്മുടെ പിണൂർക്കുടിയിലടക്കം ഉരുളൻതണ്ണി ഉൾപ്പെടെ വരുന്ന മേഖലകളിലൊക്കെ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് കുറേ കൂടി വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. വന്യമൃഗശല്യം തടയുക എന്ന് ലക്ഷ്യമിട്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.